സുഡിയോക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി. ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO നേതാവിന്റെ വാദം. മുഹമ്മദ് ഷഫാഖിന്റെ പ്രസ്താവനയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധവും വിമർശനവും ശക്തമാവുകയാണ്. അനഘ ഹർഷൻ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളെ തന്നെ തകർക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് പൊതുജനം ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. തീർച്ചയായും, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുതിയ അജണ്ടയാണ് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ, അതായത് തദ്ദേശീയമായി ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്ന പുതിയ അജണ്ടയുമായാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിനവർ മുൻനിർത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അത് വലിയ ചർച്ചയും വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ എടുക്കരുത് എന്നതടക്കമുള്ള ആഹ്വാനമായിരുന്നു അന്നവർ നടത്തിയിരുന്നത്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലും ഈ സമൂഹത്തിനിടയിലും വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഉയരുകയും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ SIO നേതാവ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് തങ്ങൾ ഏതെങ്കിലും വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, കൃത്യമായി അജണ്ടയുടെ തങ്ങളുടെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സ്റ്റുഡിയോ അടക്കമുള്ള സ്ഥാപനങ്ങളെ തങ്ങൾ ബഹിഷ്കരിക്കും, ആ ആഹ്വാനം തുടരും. മാത്രമല്ല, ടാറ്റ എന്ന കമ്പനി അതേതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾക്ക് അതീതമല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ SIO നേതാവ് പറയുന്നത്. മാത്രമല്ല, ഇനിയും തങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇത്തരം സ്റ്റുഡിയോ പോലുള്ള കമ്പനികൾക്ക് മുന്നിൽ നടത്തും എന്നവർ പറഞ്ഞിരുന്നു. ഈ സ്റ്റുഡിയോ മാത്രമല്ല, 100-ലധികം കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ഇവർ അന്ന് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പൊതുസമൂഹം വിലക്കെടുത്തിരുന്നില്ല. അതിനുശേഷവും സ്റ്റുഡിയോയിൽ, അതായത് പല ഇടങ്ങളിലെയും സ്റ്റുഡിയോയിൽ വലിയ തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടത് എന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആഹ്വാനത്തെ പൊതുജനം ഒരു രീതിയിലും മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നതാണ്. പക്ഷേ ഇത്രയധികം വിമർശനവും പ്രതിഷേധവും ഒക്കെ പൊതുസമൂഹത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും തങ്ങൾ പറഞ്ഞത് തിരുത്താനോ അല്ലെങ്കിൽ നിലപാട് തെറ്റായിപ്പോയി എന്ന് പറയാനോ ഉള്ള ഇടപെടുകയാണ്.